ജൂലൈ 3. Out of sight is out of mind. കാഴ്ചയിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ മനസ്സിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഈ ഒരു യാഥാർത്ഥ്യം സാധാരണ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന അലിഖിതമായിട്ടുള്ളൊരു നിയമമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു അനുഭവമാണ് നമ്മൾ നിത്യവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം മൂലം അകറ്റപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാകട്ടെ, വേണ്ടപ്പെട്ടവരാകട്ടെ, കുടുംബാംഗങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അഭ്യുദയകാംക്ഷികളാകട്ടെ, കാഴ്ചയിൽ നിന്ന് അകറ്റപ്പെടുമ്പോ മനസ്സിൽ നിന്നും മാറ്റപ്പെടാൻ ഇടവരുന്നു കാലങ്ങളിലൂടെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന് ഒരു അപവാദമല്ലേ ഇന്ന് നാം അനുസ്മരിക്കുന്ന, ആഘോഷിക്കുന്ന നമ്മുടെ പിതാവ് മാർ തോമാസ് ശ്ലീഹ എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു യഥാർത്ഥ സന്ദേശം. നമ്മിൽ നിന്ന് മരണം മൂലം അകറ്റപ്പെട്ടിട്ട് 2000 വർഷത്തോളമായി ഈ വ്യക്തിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല, കണ്ടവരെ പോലും കണ്ടിട്ടില്ല. വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള മനസ്സിന്റെ ആഴങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ളൊരു രൂപമാണത്, ഒരു വലിയ ആദൃശ്യമാണത്. ഇതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ ആരും ഈ വ്യക്തിയെ കണ്ടിട്ടില്ല. എന്നാൽ ഈ വ്യക്തി ഈ മണ്ണിൽ നിന്ന് അകറ്റപ്പെട്ടിട്ട് 2000 വർഷത്തോളമായി. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വ്യക്തിയുടെ സ്മരണ മനുഷ്യ ഹൃദയങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് പൊതുവിലും കേരള ക്രൈസ്തവയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ വ്യക്തിയുടെ സ്മരണ രോമാഞ്ചങ്ങൾ ഉളവാക്കാൻ പോരുന്നതാണ് വർഷങ്ങൾ കഴിയും തോറും. നമ്മുടെ അനുഭവമാണത്. യഥാർത്ഥത്തിൽ കാലങ്ങൾ കഴിയും തോറും ഈ പുണ്യപിതാവിന്റെ സ്മരണയും ഈ പുണ്യപിതാവിനെ പറ്റിയുള്ള തീവ്രമായ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്താൻ ഇടവന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ വകതിരിവുകൾക്ക് അതീതമായി, റീത്തുകൾക്ക് അതീതമായി, ദേശങ്ങളുടെ അതിർത്തികൾക്ക് അതീതമായി ഈ പിതാവിനെ മത്സരബുദ്ധിയോടുകൂടി സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഓരോരുത്തർക്കും തങ്ങളുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഈ പിതാവിന്റെ നാമധേയം കൊടുക്കണം. ഓരോരുത്തരും തങ്ങളായിട്ട് കെട്ടിപ്പടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഈ പിതാവിന്റെ നാമത്തിൽ അറിയപ്പെടണം. ആ പ്രസ്ഥാനങ്ങള് ഓരോരുത്തരും തന്നെ തങ്ങളുടെ ശിശുക്കളെ ഈ പിതാവിന്റെ നാമത്തിൽ അറിയപ്പെടുവാനുള്ള ആഗ്രഹം പണ്ടത്തെക്കാൾ കൂടുതൽ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഷങ്ങൾ കഴിയും തോറും സ്മരണകൾ കൂടുതൽ സജീവമാകാൻ ഇടവരുത്തുന്ന ഒരു വ്യക്തി, അപൂർവമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിന്റെ കൂട്ടായ്മയിൽപ്പെട്ട ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ പിതാവ് തോമാസ് ശ്ലീഹ എന്ന് വേണം വിചാരിക്കാൻ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടുകേൾവി മാത്രമുള്ള ആ വ്യക്തിയുടെ നാമത്തിൽ ഇപ്പോഴും നമ്മുടെ സിരകളിൽ രക്തം തിളയ്ക്കാൻ ഇടവരുന്നത്? എന്തുകൊണ്ട് നമ്മുടെ ആവേശം ഒരു തരത്തിലും മങ്ങാതെ മായാതെ ഉണർന്നെഴുന്നേൽക്കാൻ ഇടവരുന്നു എന്നുള്ളത് എന്തുകൊണ്ട്? ഇതാണ് ഇന്ന് എന്റെ മനസ്സിലേക്ക് കയറി വരുന്ന പ്രസക്തമായ ചോദ്യം. എന്റെ ചിന്തയിൽ വരുന്ന ആശയമനുസരിച്ച് ഈ പിതാവ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജീവിതശൈലി ജീവിതത്തിൽ സ്വീകരിക്കാനിടവന്നു. സത്യസന്ധമായ ഒരു നിലപാട് ജീവിതത്തിൽ ഉടനീളം എടുക്കാനിടവന്നു. തുറവിയുള്ളൊരു മനസ്ഥിതിയുടെ ഉടമയായി തീർന്നു ഈ പിതാവ്. ഇതുകൊണ്ടായിരിക്കണം മനുഷ്യ ഹൃദയങ്ങളെ ഇത്രയേറെ വശീകരിക്കാൻ ഇടവന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതത്തിൽ ഉടനീളം ആത്മാർത്ഥതയും സത്യസന്ധമായ നിലപാടുകളും തുറവിയുള്ള മനസ്സും, ഇത് ഈ പിതാവിന്റെ വലിയ സംഭാവനയാണ്. ഈ സംഭാവനയെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട്
മനസ്സിലാക്കാനിട വരും. യേശു തന്റെ സ്നേഹിതനായിട്ടുള്ള ലാസർ മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി തന്നെ ലാസറിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മറ്റ് ശിഷ്യന്മാരൊക്കെ യേശുവിനെ മുടക്ക് കൽപ്പിച്ച അവസരത്തിൽ ആത്മാർത്ഥയുടെ മറുരൂപമായിട്ട് മാറുകയായിരുന്നു നമ്മുടെ പിതാവ് തോമാശ്ലീഹ. യഥാർത്ഥത്തിൽ നാം യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്നുവരികിൽ യേശുവിന്റെ ആഗ്രഹം നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. ആ ആഗ്രഹം നിറവേറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തു തന്നെ സംഭവിക്കട്ടെ, മരണം പോലും സംഭവിക്കട്ടെ, അത് നമുക്ക് വിഘാതമായിട്ട് നിൽക്കരുത്. അതുകൊണ്ട് ലെറ്റ് us go and die with him എന്ന് പറയാൻ നമ്മുടെ പിതാവിനെ അന്ന് സാധിച്ചുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇതാണ് ആത്മാർത്ഥയുടെ തികവ്. ജീവിതത്തിൽ പുലർത്തിയ അതുല്യമായിട്ടുള്ളൊരു വ്യക്തിയെ നമുക്ക് പിതാവിൽ കാണാം. യേശു ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനുള്ള സമയം സമാഗതമായി എന്ന് ഉള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടിയ ആ സഹവാസ സമ്മേളനത്തിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് ഹൃദയസ്പർശിയായ രീതിയിൽ സംസാരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ ഹൃദയം വേദനിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഞാൻ അല്പസമയം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ്. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. നിങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും വരും. ഇത്രത്തോളമായപ്പോൾ വളരെ സത്യസന്ധതയോടുകൂടെ തന്നെ നമ്മുടെ പിതാവ് ചോദിക്കുന്നു, ഏതാ നിന്റെ പിതാവ്? എവിടേക്കാ നീ പോകുന്നത്? ഞങ്ങൾക്ക് പിതാവിനെ അറിഞ്ഞുകൂടാ, വഴിയെ അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ആ സത്യസന്ധമായിട്ടുള്ള ആ മനസ്സിന്റെ സ്ഥിതിവിശേഷം. യേശു അതിന് ഉത്തരമായിട്ട് നൽകാനിടവരുന്നു. തോമ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ നിത്യസനാതനമായിട്ടുള്ളൊരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പിതാവിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ നിലപാട് സഹായിച്ചു എന്ന് വേണം വിചാരിക്കാൻ. മനസ്സിന്റെ തുറവി വ്യക്തമാക്കാൻ ഇടവരുന്നതാണ് ഉത്ഥാനം കഴിഞ്ഞിട്ടുള്ള യേശു. പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ മറ്റ് ശിഷ്യന്മാർക്കൊക്കെ കാണാൻ സാധിച്ചു യേശുവിനെ. എന്നാൽ തനിക്ക് മാത്രം കാണാൻ ഇട നൽകിയില്ല. ഇതിലുള്ള നീരസം തന്നെ, സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദുഃഖത്തോടുകൂടി നമ്മുടെ പിതാവ് പറയുകയാണ്, എനിക്കും കാണണം, കണ്ടില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ ആ പിതാവിന്റെ ആത്മാവിന്റെ തനിമ മനസ്സിലാക്കിയ യേശുക്രിസ്തു 8 ദിവസങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ പിതാവിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് തന്നെ സ്പർശിക്കാൻ പോലും ക്ഷണിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഉടനെ മുട്ടുമേൽ വീടുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് തോമ പറയുകയാണ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പറയാൻ മടി കാണിച്ചില്ല തോമ. മനസ്സിന്റെ തുറവി സത്യം മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോ അവിടെ ജാടകളില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല. എല്ലാം തുറന്നു പറയുന്നതിനുള്ള മനസ്സിന്റെ തുറവി. ഇതാണ് ഈ പിതാവിൽ കാണുന്നത്. ശരിയാണ് മക്കളെ, ആത്മാർത്ഥത, സത്യസന്ധത, യഥാർത്ഥത്തിലുള്ള മനസ്സിന്റെ തുറവി ഇന്നും മനുഷ്യരെ സ്വാധീനിക്കുന്നു, ഇന്നും മനുഷ്യരെ സ്പർശിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ ഇടവരുന്ന സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണിത്. ഇതുകൊണ്ടുകൂടി ആയിരിക്കണം നമ്മുടെ പിതാവ് വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ആദരിക്കപ്പെടുന്നതും കൂടുതൽ കൂടുതൽ സ്മരിക്കപ്പെടുന്നതും കൂടുതൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നതും കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതുമായിട്ടുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു വസ്തുതയായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഈ പിതാവിന്റെ മക്കളാണ് നമ്മൾ എന്ന് വരികിൽ നാം യേശുക്രിസ്തുവിനെ അറിയാനിടവന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണഭൂതൻ ഈ പിതാവാണ് എന്ന സത്യം നമ്മൾ അംഗീകരിക്കുമ്പോൾ ഈ പിതാവിന്റെ സ്വഭാവത്തിന്റെ തനിമ ഉൾക്കൊള്ളാനുള്ള കടമയാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ പിതാവിനെ പോലെ നാമും ഒരു ദിവസം മരിക്കും. പിതാവിനെ ഏറ്റ മരണം പോലെയുള്ള ദാരുണമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രക്തസാക്ഷിത്വമാകണമെന്നില്ല നമുക്കൊരു പക്ഷേ സ്വാഭാവിക മരണമാകാം, നമുക്കൊരു പക്ഷേ അപകട മരണമാകാം, നമുക്കൊരു പക്ഷേ എന്തുമാകാം. നാം ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടും. അങ്ങനെ വരുമ്പോ
കാഴ്ചയിൽ നിന്ന് മാറ്റപ്പെടുന്നു നമ്മൾ. മനസ്സിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കാൻ, നാം അടുത്ത തലമുറയ്ക്ക് ഓർമ്മകളായി തീരാൻ ഇതാ ഒരു വഴി പിതാവ് നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയും ജീവിത പ്രവർത്തന ശൈലികളിൽ തീർത്തും സത്യസന്ധമായിട്ടുള്ളൊരു രീതിയും മനസ്സിന്റെ തുറവിയുടെ ആഴങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലമുറകൾ തോറും സ്മരിക്കപ്പെടാൻ, തലമുറകൾ പോലും ഓർമ്മപ്പെടാൻ നമുക്കും ഇടവരുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് നമ്മുടെ പിതാവ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ അനുസ്മരിക്കുന്ന പിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മരണവാർഷികത്തിന്റെ മംഗളങ്ങൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ. അനുശോചനത്തിന് പകരം മംഗളങ്ങൾ നേരുകയാണ് ഞാൻ ഇന്ന്.